കഴിഞ്ഞ ദിവസം അജിത് വിനായകയുടെ പൊന്മാൻ എന്നുള്ള സിനിമ കണ്ടു. ആ സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് സജിൻ ഗോപുവിൻ്റെ പേര് കണ്ടു. അതിൻ്റെ കഥാപാത്രത്തെ കണ്ടപ്പോഴാണ് ഒരു പഴയ കഥ എനിക്ക് ഓർമ്മ വന്നത്. അത് മമ്മൂട്ടി അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തിൻ്റെയും പേരിനെ കുറിച്ചൊരു കഥ വന്നു. ആ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പേര് ചിലർക്ക് ഭാഗ്യമായി വരും, മറ്റു ചിലർക്ക് നിർഭാഗ്യമായി വരും എന്നുള്ളതാണ്. ഇവിടെ സജിൻ ഗോപുവിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു സജിൻ ഉണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ സജിൻ ഗോപു എറണാകുളം ജില്ലയിലെ ആലുവയിൽ താമസിക്കുന്ന നടനാണ്. അപ്പോൾ ഈ സജിൻ ഗോപു ഈ രോമാഞ്ചം എന്നുള്ള സിനിമ മുതൽ ഞാനടക്കമുള്ള പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയൊരു ചെറുപ്പക്കാരാണ്. പിന്നീട് ഫഹദ് ഫാസിലിനോടൊപ്പം ഇയാൾ അഭിനയിച്ച ആവേശമുണ്ട്. ആ ആവേശത്തിൽ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന കഥാപാത്രവുമായി മാറി. അപ്പോൾ കൊള്ളാം, ഇത് മലയാള സിനിമയ്ക്ക് പറ്റിയ, അതായത് ലക്ഷണമൊത്ത നടനെന്ന് നമ്മളൊക്കെ പറയുന്നില്ലേ, ആ ലക്ഷണമൊത്തൊരു നടനാണല്ലോ ഈ ചെറുപ്പക്കാരൻ ഉള്ളത് എന്ന് തോന്നി. കാരണം അയാളുടെ കയ്യിൽ സാധനങ്ങളുണ്ട്. നമ്മൾ പറയില്ലേ, സാധനങ്ങളും ചില നമ്പറുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ അത് ബോധ്യപ്പെട്ടതെപ്പോഴാണ്? അത് ബോധ്യപ്പെട്ടത് അജിത് വിനായകയുടെ പുതിയ പൊന്മാൻ എന്നുള്ള സിനിമ കണ്ടപ്പോഴാണ്. ഈ സജിൻ ഗോപുവിൻ്റെ അഭിനയം കണ്ട് ത്രില്ലടിച്ചത്. ആ ത്രില്ലടിച്ചപ്പോഴാണ് ഞാൻ ഈ പഴയ ചില കാര്യം ഓർത്തുപോയത്. കാരണം ഈ സജിൻ എന്നുള്ള പേര് സ്വീകരിച്ച ഒരു മലയാളത്തിലൊരു പ്രമുഖ നടനുണ്ട്. ഇപ്പോൾ അദ്ദേഹം മമ്മൂട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൻ്റെയും ബഹുഭാഷയിലെ അഭിമാനമായി മാറിയെന്ന് ആലോചിക്കണം. പി ജി വിശ്വംഭരൻ എന്നുള്ള ഹിറ്റ് മേക്കർ ഉണ്ടായിരുന്നു മുമ്പ്. ആ പി ജി വിശ്വംഭരൻ്റെ സ്ഫോടനം എന്നൊരു സിനിമ, നമ്മുടെ പ്രമുഖ നടി ഷീലയും ഭർത്താവും നിർമ്മിച്ചൊരു സിനിമ, ജയൻ അഭിനയിക്കേണ്ട ഒരു സിനിമ. എന്നാൽ ജയൻ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. പകരം എന്താ സുകുമാരൻ അടക്കമുള്ളവരാണ് വന്നതെന്ന് ആലോചിക്കണം. ആ സിനിമയിലേക്ക് ഭാഗ്യം കൊണ്ട് കടന്നു വന്ന ഒരു നടനാണ് മമ്മൂട്ടി. PI മുഹമ്മദ് കുട്ടി എന്ന് ആലോചിക്കണം. അപ്പോൾ ആലപ്പുഴയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഈ കയറ് വിരിക്കുന്ന തൊഴിലാളികളുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കഥയാണ്. സീമയാണ് മമ്മൂട്ടിയുടെ ഒരു ഒപ്പം അഭിനയിക്കേണ്ട നടിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ട് എന്ന് ആലോചിക്കണം. അപ്പോൾ ഈ വിശ്വംഭരൻ ഇത്തിരി ഒരു എപ്പോഴും ചാടിക്കടിക്കുന്ന ഒരു ടൈപ്പാണത്. വിശ്വംഭരൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കാനും വന്നിട്ടുള്ളത്. അപ്പോൾ പരുക്കൻ സ്വഭാവത്തിലാണ് വിശ്വംഭരൻ സംസാരിക്കാൻ. ഉള്ളിൽ സ്നേഹമുണ്ട് കേട്ടോ. സ്നേഹമുള്ള, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും സ്നേഹമുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ സംസാരിച്ചു കൊടുത്തിൽ മമ്മൂട്ടിയോട് പേര് ചോദിക്കുന്നു. മമ്മൂട്ടി എൻ്റെ പേര് മമ്മൂട്ടി എന്ന് പറയുന്നു. വക്കീലാണെന്ന് പറയുന്നു. ചെമ്പിലാണ് വീടെന്ന് പറയുന്നു. ശരി, മമ്മൂട്ടി എന്നുള്ള പേര് വേണ്ട. ഇന്നു മുതൽ ഈ സിനിമയിലൂടെ സജിൻ എന്ന പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. മമ്മൂട്ടി എതിർക്കാൻ പോയില്ല. കാരണം ആദ്യമായിട്ട് ഇയാളുടെ പടത്തിൽ അഭിനയിക്കുകയാണ്. ഇനി സജിൻ എന്ന പേരുകൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ഒരു പേരിൻ്റെ കാര്യത്തിൽ ചാൻസ് നഷ്ടപ്പെടാനുള്ളതിൽ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ ആ പേര് സ്വീകരിച്ചുകൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ രസകരമായ സംഭവമുണ്ട്. ഈ മമ്മൂട്ടിക്ക് വേറൊരു ഗുണമുണ്ട്. തുടക്കം മുതലുള്ള, അതിപ്പോഴൊന്നുമല്ല. മമ്മൂട്ടി ഒരു തറവാടി പോലെയുള്ളതാണ്. ഞാൻ അഡ്വക്കേറ്റ് എന്നൊരു തോന്നൽ എപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിട്ടുവീഴ്ചയൊന്നും ചെയ്യാറില്ല. ആ ഗമയിൽ തന്നെയാണ് നടപ്പും ഇരിപ്പും ഒക്കെ. അപ്പോൾ സാധാരണ ഈ സിനിമയിൽ വലിയ ആക്ഷൻ രംഗങ്ങളിലോ ചില രംഗങ്ങളിലോ പ്രമുഖ നടന്മാർക്കൊക്കെ ഡൂപ്പിനെ വയ്ക്കാറുണ്ട്. അപ്പോൾ സുകുമാരന് ഡൂപ്പ് വയ്ക്കുന്നു, അങ്ങനെ പലർക്കും ഡൂപ്പ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ മമ്മൂട്ടിക്ക്, സജിൻ എന്ന മമ്മൂട്ടിക്ക് ചാടുന്ന ഒരു മതിലിൽ ചാടുന്നൊരു സീനുണ്ട്. അത് മമ്മൂട്ടി ചാടണം. അത് പറഞ്ഞപ്പോൾ മമ്മൂട്ടി ചാടുന്നില്ല. വിശ്വംഭരൻ ചാടി കടിച്ചു. അത് ചാടുന്നത് സീൻ വേണമെങ്കിൽ ചാടണം. അല്ല, ഡൂപ്പില്ലേ, ഡൂപ്പല്ലേ, നിനക്ക് ഡൂപ്പോ, ഇന്നലെ വന്നെടുത്തൊരു ഡൂപ്പോ, നിനക്ക് സീൻ വേണോ? സീൻ വേണമെങ്കിൽ ചാടണം. അപ്പോൾ മമ്മൂട്ടി ചോദിച്ചു, ചാടിയില്ലെങ്കിൽ സീൻ കിട്ടില്ല, ചാട് തന്നെ. മമ്മൂട്ടി ചാടി, കാലൊടിഞ്ഞു. അന്നത്തെ ആ ചാട്ടത്തിൽ പറ്റിയ മുടന്ത്, കാലിൻ്റെ പെശക് ഇപ്പോഴും മമ്മൂട്ടിക്കുണ്ടെന്ന് ആലോചിക്കണം. എന്നാൽ ആ സിനിമയ്ക്ക് ശേഷം, ആ സിനിമയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ സിനിമയിൽ മമ്മൂട്ടിയെ കൊണ്ട് ഡബ്ബും ചെയ്യിച്ചില്ല. കാരണം നിൻ്റെ ശബ്ദമൊന്നും കൊള്ളില്ല, അതുകൊണ്ട് ഡബ്ബും ചെയ്തിട്ടില്ല. പിന്നീട് വന്ന സിനിമകളിലൊക്കെ മമ്മൂട്ടി എന്ന പേര് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആദ്യത്തെ സിനിമയോടെ സജിൻ ഇല്ലാതായി എന്ന് ആലോചിക്കണം. അപ്പോൾ പിന്നീട് മമ്മൂട്ടിയെ നമ്മൾ കാണുന്നത്
ബഹുഭാഷകളിൽ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ അങ്ങനെയുള്ള വേഷങ്ങളിലാണ് മമ്മൂട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നായക നടനാണ്, വില്ലൻ നടനാണ്, പ്രൊഡ്യൂസറാണ് എന്ന് പല തരത്തിലുള്ള വിവിധ രംഗങ്ങളിലാണ് കൈവച്ചിരിക്കുന്നത് ആലോചിക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ആലോചിച്ച് പോകാൻ കാരണം അങ്ങനെ സജീൻ എന്നുള്ള ആളെ പേര് മാറ്റേണ്ടി വന്നപ്പോൾ മാറ്റി സ്വന്തം പേര് സ്വീകരിച്ചപ്പോൾ ഉണ്ടായ വളർച്ചയാണ് മമ്മൂട്ടിക്ക്. ഇവിടെ സജിൻ ഗോപുവിന് പേര് മാറ്റേണ്ടി വന്നിട്ടില്ല. അല്ലാതെ തന്നെ തുടങ്ങിയ സിനിമകളിലൂടെ ഓരോ സിനിമയിലും വ്യത്യസ്ത രസക്കൂട്ടുകൾ, അതങ്ങനെ പറയാമല്ലോ, അല്ലെ അതിൻ്റെ വ്യത്യസ്ത അഭിനയ ശൈലിയിലൂടെ വന്നു നിൽക്കുക എന്ന് ആലോചിക്കണം. അപ്പോൾ ഈ അജിത് വിനായകയുടെ പൊന്മാൻ എല്ലാവരെയും രസിപ്പിക്കുന്ന നല്ല സിനിമയാണെന്ന് ആലോചിക്കണം. അത് മനോഹരമായൊരു സിനിമയാണ്. ആ സിനിമ കണ്ടിട്ട് മോശമെന്ന് പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പറയാൻ കാരണം. അതുമാത്രമല്ല, ഇനി ഇവിടെ ജൈത്രയാത്ര തുടങ്ങുകയാണത്. ഇപ്പോൾ സജിൻ്റെ ജൈത്രയാത്ര ഈ പടത്തോട് തുടങ്ങുകയാണത്. ഈ പടം എന്ന് പറയുമ്പോൾ ഈ പടത്തോടൊപ്പം തന്നെയാണ് ഫെബ്രുവരി 14 റിലീസ് ചെയ്യുന്ന പുതിയ സിനിമയിൽ പൈങ്കിളി എന്ന പേരുള്ള സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. അതൊരു പ്രണയ ദിനം കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പം ഇപ്പം ഈ സിനിമ കണ്ടവരൊക്കെ നായകവേഷം അവിടെ നിൽക്കട്ടെ. കാരണം മമ്മൂട്ടി അടുത്ത കാലത്ത് വരുന്ന വില്ലൻ വേഷങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല ഫഹദ് ഫാസിലിൻ്റെ വില്ലൻ വേഷങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ ഈ സജിൻ ഗോപുവിനെ ഉപയോഗപ്പെടുത്താമെന്ന് ചില സംവിധായകരും ചില നിർമ്മാതാക്കളും തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്തിനാ? തമിഴിൽ പോയപ്പോൾ നമ്മുടെ വിനായകൻ രജനീകാന്തിനോട് ഏറ്റുമുട്ടി ഇങ്ങനെ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുകയായിരുന്നില്ലേ? ഇപ്പോഴും കൈയടിക്കുന്നില്ലേ? അപ്പോൾ ഒരവസരം കിട്ടുമ്പോഴാണ് ഒരു നടനോ നടിക്കോ സംവിധായകനോ എഴുത്തുകാരനോ തൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത്. പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾ പലരുടെയും കാര്യം എടുത്ത് നോക്കുക. പകരക്കാരായി വന്നവരൊക്കെ ഇവിടെ വീരേതിഹാസം ജനിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ പകരക്കാരായി വന്നവരിൽ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഗോപു. ആർക്ക് പകരക്കാരെന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ തൽക്കാലം ഉത്തരം ഓരോ കാലഘട്ടങ്ങളിലും പുതിയ പുതിയ നടന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സജിൻ ഗോപു എന്നുള്ള പേര് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് അറിയിക്കണം, ഇല്ലേ? അപ്പോൾ ആവേശത്തിൽ അമ്പാൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ സജിൻ ഗോപു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആവേശത്തിലെ അമ്പാനിൽ നിന്ന് പൊന്മാനത്തിൽ പുതിയൊരു കഥാപാത്രം വരുന്നൊരു മരിയാനോ, രാക്ഷസനെ പോലെ വളർന്നു നിൽക്കുന്നൊരു കഥാപാത്രം. സങ്കല്പിച്ച് നോക്ക്. ആ പേരും അങ്ങനെ മരിയാനോ എന്നുള്ളൊരു കഥാപാത്രം, അത് രാക്ഷസ പോലെ വളർന്നിരിക്കുന്നു. മതി സജിൻ ഗോപുവിന് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ, കൈയടിക്കാൻ അജിത് വിനായകയുടെ ഈ പൊന്മാൻ മാത്രം മതി എന്നുള്ള കാര്യം സംശയമില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സിനിമ ഒന്ന് പോയി കാണും.